ആധുനിക കാർഷിക രീതികൾ പരിചയപ്പെടുത്തുന്ന പദ്ധതിക്കായിട്ട് യുവതലമുറയെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. സർ, ഹൈടെക് പ്രിസിഷൻ ഫാമിങ്ങിൽ സംരംഭങ്ങൾ തുടങ്ങാൻ 3% പലിശ സബ്സിഡിയോടെ വായ്പകൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഈ 10 കോടി രൂപ പലിശയുടെ ഇളവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് പ്രത്യേകത. മണ്ണ് സംരക്ഷണം. ജലസംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 81.24 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണം. കേരളത്തിലെ പാലുൽപാദനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രതിദിനം 10 ലക്ഷം ലിറ്ററിൻ്റെ വർധനവ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാംസോൽപാദന മേഖലയിലും പൗൾട്രി മേഖലയിലും പുതിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാർ, മൃഗസംരക്ഷണ മേഖലയിൽ പൊതുവിലുള്ള സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വലിയ ഡയറി ഫാമുകളും അറവുശാലകളും കൊണ്ടുവരികയും വേണം. തീരെ ചെറിയ ഉൽപ്പാദന യൂണിറ്റുകളിൽ നിന്ന് വളർന്ന് 50-100 പശുക്കളുള്ള ഡയറി ഫാമുകളും 10,000-20,000 അതിൽ കൂടുതലോ പക്ഷികളുള്ള പൗൾട്രി ഫാമുകളും വൃത്തിയുള്ളതും ലോകോത്തര നിലവാരത്തിലുള്ള അറവുശാലകളും നമുക്ക് അടിയന്തരമായി വേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി 2021 പഞ്ചായത്ത് മുനിസിപ്പൽ ചട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ ഈ സർക്കാർ കൊണ്ടുവന്നിരുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 318.46 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും 12.76 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സങ്കരയിന ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്കായിട്ട് 9.2 കോടി രൂപ വിലയിരുത്തുന്നു. മൃഗസംരക്ഷണ സേവനങ്ങൾ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന പദ്ധതിക്കായി 18.5 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഫാമുകളുടെ സംരക്ഷണത്തിന് 18 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വെറ്റിനറി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആകെ വിഹിതമായി 38 കോടി രൂപ വകയിരുത്തുന്നു. പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടിയുടെ ഭാഗമായി 7.5 കോടി രൂപ വകയിരുത്തി പദ്ധതി വിഹിതം അധികമായി വകയിരുത്തി 48.5 കോടി രൂപയിൽ നിന്നും 56 കോടി രൂപയെ വർദ്ധിപ്പിക്കുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 44.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 30.46 കോടി രൂപയും പൗൾട്രി വികസന കോർപ്പറേഷൻ 10 കോടി രൂപയും വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് 6.14 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഫീഡ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 22.2 കോടി രൂപ വരുത്തുന്നു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി 69 കോടി രൂപ വകയിരുത്തുന്നു. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 8.7 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീരവികസനം. സാർ, ക്ഷീരവികസന മേഖലയ്ക്കായി 26-27 വർഷത്തിൽ ആകെ 128.05 കോടി രൂപ വകയിരുത്തുന്നു. ധർമ്മടം വേങ്ങാട് ഗ്ലോബൽ ഡയറി വില്ലേജ് പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങൾ മിക്സഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് 5.2 കോടി രൂപ അധികം അനുവദിച്ച് പദ്ധതി വിഹിതം 45 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശ സേവനങ്ങൾക്കുള്ള വിഹിതം 12 കോടിയായി വർദ്ധിപ്പിക്കുന്നു. പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നതിന് 22.55 കോടി രൂപ വകയിരുത്തുന്നു. പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ലബോറട്ടറികൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 8 കോടി രൂപ വകയിരുത്തുന്നു. പാലുൽപാദകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിനായി 8 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ക്ഷീര കർഷക സമിതിയിലേക്ക് 4 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സ്റ്റേറ്റ് ഫോഡർ ഫാമും മോഡൽ ഡയറി യൂണിറ്റും തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധനം. സാർ, മത്സ്യബന്ധന മേഖലയിൽ 3 പ്രധാനപ്പെട്ട മേഖലകളാണ് ഈ സർക്കാർ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഒന്നാമതായി മത്സ്യത്തൊഴിലാളികളുടെ ജീവസുരക്ഷ ഉറപ്പുവരുത്തുകയും കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. രണ്ടാമതായി കടൽക്ഷോഭം നേരിടുന്ന ഗ്രാമങ്ങളുടെ പുനരധിവാസവും അതിൻ്റെ ഭാഗമായി നടപ്പാക്കി വരുന്ന ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായി പുനർഗേഹം. മൂന്നാമതായി ഉൾനാടൻ മത്സ്യബന്ധന മേഖലയുടെ വികാസം. ഇതിനൊക്കെ പുറമെ ഈ സർക്കാർ പൊതുവിൽ മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് വേണ്ടി ഒരു ബ്ലൂ എക്കോണമി നയവും ഒരുക്കിയിട്ടുണ്ട്. സാർ, മത്സ്യബന്ധന വകുപ്പിന് 166.31 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.31 കോടി രൂപയും കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 37.5 കോടി രൂപയും ഉൾപ്പെടെ ആകെ 239.12 കോടി വകയിരുത്തുന്നു. സാർ, പ്ലാനിൻ്റെ ഭാഗം പ്രധാന ഹെഡിങ് വായിച്ചെന്ന് പോകുന്നതിനുള്ള വായിച്ചാൽ അത് പൊതുവിൽ അംഗീകരിച്ചായിട്ടൊന്നുമില്ല. പ്ലാനിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ ഭാഗമാണിത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ കീഴിലെ സംയോജിത മത്സ്യബന്ധന വികസനത്തിന് പരിപാലനത്തിനായി 8 കോടി രൂപയും മറൈൻ ആംബുലൻസുകൾക്കായി 2.5 കോടി രൂപയും സമ്പാദ്യ സമാശ്വാസ പദ്ധതി 22 കോടി രൂപയും വകയിരുത്തുന്നു. മത്സ്യകൃഷി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി അക്വാകൾച്ചർ വികസന പദ്ധതിക്ക് വിഹിതം 70 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. ഇതിന് പുറമെ അക്വാകൾച്ചർ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് 7.11 കോടി രൂപയും വകയിരുത്തുന്നു. കടൽ സുരക്ഷാ പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനത്തിനായി മുൻവർഷത്തേക്കാൾ 7 കോടി വർദ്ധിപ്പിച്ച് 183.98 കോടി രൂപ വകയിരുത്തുന്നു. ഇത് തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ മാനവശേഷി വികസനത്തിനും ആയി 143 കോടി രൂപയും ഉൾപ്പെടുന്നു. സാർ, പുനർഗേഹം പദ്ധതിക്ക് 4.2 കോടി രൂപ വർദ്ധിപ്പിച്ച് 60 കോടി രൂപയിൽ നിന്നും 64.2 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സംയോജിത തീരദേശ വികസനത്തിന് 15 കോടി ആയിട്ട് നിശ്ചയിക്കുന്നു. മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും മാനവശേഷി വികസനം എന്ന പദ്ധതിക്ക് 69 കോടി വകയിരുത്തുന്നു. മത്സ്യബന്ധനങ്ങളുടെ തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികളും മണ്ണ് നീക്കലും പദ്ധതിക്ക്
12.3 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യ ഫാമുകളുടെ കാര്യത്തിനായി 18 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് 13.31 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലെ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണത്തിനും കടൽപ്പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണത്തിനുമായി 20 കോടി വകയിരുത്തുന്നു. സംയോജിത മത്സ്യവികസന പ്രോജക്റ്റിനായി 12 കോടി വകയിരുത്തുന്നു. സർ, വനവും വന്യജീവി സംരക്ഷണവും. സർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 288.6 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വിവിധ വകുപ്പുകൾ ഏകോപിത പ്രവർത്തനം ഉറപ്പാക്കിക്കൊണ്ട് നാം ബൃഹത്തായ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സ്മാർട്ട് ഫിസിക്കൽ ബാരിയറുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വന്യജീവി ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടുത്തൽ, ജനബോധവൽക്കരണം, റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും പ്രാഥമിക പ്രതികരണ ടീമുകളും ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. 793 കിലോമീറ്റർ നീളത്തിൽ പുതിയ സോളാർ വേലികൾ സ്ഥാപിക്കുകയും പ്രവർത്തനരഹിതമായിരുന്ന 1954 കിലോമീറ്റർ സോളാർ വേലികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിലും ഡിവിഷൻ തലത്തിലും എമർജൻസി ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാനത്തിന് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വന്യജീവി സംഘർഷങ്ങളുടെ നഷ്ടപരിഹാര തുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നവയിലൊന്നാണ് സർ. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിക്കുന്ന വന്യമൃഗ സംഘർഷങ്ങൾ കൂടുതൽ ലഘൂകരിക്കുകയും അതിവേഗം ഫലപ്രദമായ പരിഹാരങ്ങൾ നടപ്പാക്കുകയും വേണം. ഇതിനായിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് മുൻവർഷത്തേക്കാൾ 29.6 കോടി രൂപ വർദ്ധിപ്പിച്ച് 100 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണ എന്ന പദ്ധതിയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് 50 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വ്യവസ്ഥനായി 50.3 കോടി രൂപ വിലയിരുത്തുന്നു. തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. കോഴിക്കോട് ബയോളജിക്കൽ പാർക്കിലെ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. വിപണനം, സംഭരണം, വെയർഹൗസിംഗ്. സർ, കാർഷിക വിപണനം, സംഭരണം, വെയർഹൗസിംഗ് മറ്റു പരിപാടികൾ എന്നിവയ്ക്കായി 164.31 കോടി രൂപ വകയിരുത്തുന്നു. 43.9 കോടി രൂപ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സഹായ പദ്ധതിക്കായും 10 കോടി രൂപ RIDF കീഴിൽ കാർഷിക അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും 8 കോടി രൂപ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കും 2 കോടി രൂപ കർഷക ക്ഷേമ ഫണ്ട് ബോർഡിന് വേണ്ടിയുമാണ്. ഗ്രാമവികസനം. സർ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിന് ഗ്രാമവികസന മേഖലയ്ക്ക് വൻ പ്രാധാന്യമാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. ഗ്രാമവികസന മേഖലയ്ക്ക് 1997.91 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തേക്കാൾ 69.58 കോടി രൂപ അധികമാണ്. ഇതിൽ ഗ്രാമവികസന പരിപാടികൾക്ക് 510.10 കോടിയും സാമൂഹ്യ വികസനത്തിനും പഞ്ചായത്തിനുമുള്ള 1399.81 കോടിയും ഉൾപ്പെടുന്നു. സർ, കുടുംബശ്രീ, സൂക്ഷ്മ സംരംഭങ്ങൾ, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീയുടെ ബജറ്റ് വിഹിതം 275 കോടിയായി വകയിരുത്തുന്നു. ഗുണമേന്മയുള്ള ചിക്കൻ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതി വ്യാപിപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.